ഹലോ ഫ്രണ്ട്സ്, ഇത് Hyundai Verna. നമ്മൾ നേരത്തെ EGR ചെയ്ത വണ്ടി തന്നെയാണ്. ഇതിൽ വേറൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓവർ ഹീറ്റിംഗ് അല്ല, എന്നാലും ടെമ്പറേച്ചർ കുറച്ച് കയറുന്നുണ്ട്. കസ്റ്റമറുടെ കംപ്ലൈൻ്റാണ്, കസ്റ്റമർ റിക്വസ്റ്റാണ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ റേഡിയേറ്റർ ഒന്ന് ഫ്ലഷ് ചെയ്യണം. അതുപോലെ തെർമോസ്റ്റാറ്റ്, ടെമ്പറേച്ചർ സ്വിച്ച്, തെർമോസ്റ്റാറ്റ് വാൾവും മാറ്റണം. കസ്റ്റമറിൻ്റെ റിക്വസ്റ്റാണത്. ടെമ്പറേച്ചർ നമ്മൾ ഓടിച്ച് നോക്കിയാൽ ഓവർ ടെമ്പറേച്ചർ കയറിയ ടെമ്പറേച്ചർ വാണിംഗ് ലൈറ്റ് വരുന്നൊന്നുമില്ല. കസ്റ്റമറിൻ്റെ റിക്വസ്റ്റാണ് അതും കൂടെ ചെയ്യാനായിട്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഡിയേറ്റർ അഴിച്ച് സർവീസ് ചെയ്യുന്നില്ല. അഴിച്ച് സർവീസ് ചെയ്യാനുള്ള ഒരു കംപ്ലൈൻറ്റ് ഇതിനകത്തില്ല. റേഡിയേറ്റർ ഫ്ലഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് സർവീസ് ചെയ്താൽ മതിയാവും ഇതിനകത്ത്. അപ്പോൾ തന്നെ എഞ്ചിൻ്റെ ഭാഗവും റേഡിയേറ്ററിൻ്റെ ഭാഗവും മൊത്തം ക്ലിയർ ആവും. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഇതിൻ്റെ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇതിലെന്ന് പറഞ്ഞാൽ റേഡിയേറ്റർ ഫ്ലഷിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക്, അതുപോലെ നമ്മൾ കൂളൻറ്റിൻ്റെ കളറ് ശരിക്കും ഒരു ചളിയുടെ കളറ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് റേഡിയേറ്റർ അഴിച്ചിട്ട് ടാങ്ക് അഴിച്ച് അതിൻ്റെ ഓരോ ഷെല്ലും നമുക്ക് വൃത്തിയാക്കേണ്ടി വരിക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിക്കളഞ്ഞ് അതിൻ്റെ ചളി അഴുക്കൊക്കെ എടുത്ത് ചെയ്യേണ്ടി വരിക. ഇതിപ്പോൾ അത്രയ്ക്ക് മോശമായിട്ടില്ല, എന്നാലും ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് റേഡിയേറ്റർ ഫ്ലഷിലൂടെ ചെയ്താൽ തന്നെ നമുക്ക് ഈ വാട്ടർ ജാക്കറ്റിലും എഞ്ചിൻ്റെ ഭാഗത്തുള്ള എല്ലാ ചളികളും അതുപോലെ എല്ലാ ഭാഗത്തെയും അഴുക്ക് പൂർണ്ണമായിട്ടും പുറത്ത് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഊറ്റിയ ഈ ഇതാണ് ഇതിനകത്ത് കാണുന്നത്. വലിയ കുഴപ്പമില്ല, ചെറിയൊരു പൊടി പോലെ അല്ലെങ്കിൽ കളർ വ്യത്യാസമാണ് വരുന്നത്. റേഡിയേറ്ററും കൂടെ നമ്മളിതിൽ ഫ്ലഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് റേഡിയേറ്റർ ഫ്ലഷർ എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ലിക്വിഡ് തന്നെ കിട്ടും, ഒരു 300 ml. അത് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് റണ്ണിങ്ങിൽ വിട്ടതിന് ശേഷം പിന്നെ ഫുള്ള് ചോർത്തി വിടുക. പിന്നെ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, ചോർത്തി വിടുക, പിന്നെ ഒരു കൂടെ ഇടുക, ചോർത്തി വിടുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ക്ലീൻ ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലിക്വിഡ് ഒഴിച്ചതിൻ്റെ കണ്ടൻറ്റ് അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും സർക്കുലേഷൻ അതൊരു പത പോലൊരു ഇതും വരും അതിനകത്ത്. അപ്പോൾ അത് പക്ക ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എപ്പോഴും അതിനകത്ത് നടന്നായിരിക്കും. അത് കൂളിങ്ങിന് എഫക്റ്റ് ചെയ്യും. അതുപോലെ ഇൻറ്റേർണൽ പാർട്സിന് ഡാമേജ് ആക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ 3-4 പ്രാവശ്യം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഫ്ലഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് പുതിയ കൂളൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വാൾവും മാറുന്നുണ്ട്, ടെമ്പറേച്ചറിൻ്റെ സ്വിച്ചും മാറുന്നുണ്ട്. ഇതാണ് തെർമോസ്റ്റാറ്റ് വാൾവിൻ്റെ കേസ് വരുന്നത്. അതിൻ്റെ ലൊക്കേഷൻ ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ വരുന്നത്. 3 ബോൾട്ടിലാണ് അത് നിൽക്കുന്നത്, ഈ സൈഡായിട്ട്. 3 ബോൾട്ട് അഴിച്ചിട്ട് ഈ സൈഡ് നമുക്കിത് പുറത്തെടുക്കാം. ഇനിയിപ്പോൾ തെർമോസ്റ്റാറ്റ് വാൾവ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ 12 ഈ 2 ബോൾട്ട് അഴിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാൾവ് നമുക്ക് സെപ്പറേറ്റ് മാറാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ വാൾവും കൂടെ മാറാം. ഇതാണ് പഴയ തെർമോസ്റ്റാറ്റ് വാൾവ്. ഇത് ബ്ലോക്കാണ്. ഇത് മാത്രമല്ല ഇതിൻ്റെ റബ്ബർ ബൂട്ടും കാര്യങ്ങളൊക്കെ ബേൺ ആയിരിക്കുകയാണ് ഈ സൈഡൊക്കെ. നമ്മളിപ്പോൾ പുതിയത് Hyundaiയുടെ തന്നെ OEN ഉണ്ട്, 688 രൂപ വരുന്നുണ്ട്. അത് പോയി നമ്മൾ ഈ കേസിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഈ റബ്ബർ സീലിൻ്റെ ഇടയിലായിട്ട് ഇട്ടിട്ട് വേണം കയറ്റാനായിട്ട് ഇതിനകത്ത്. അതിനുശേഷം അതിൻ്റെ കേസും കൂടെ കയറ്റി ബോൾട്ടൊന്ന് ടൈറ്റ് ചെയ്യും. അതിന് മുന്നേ ഈ ഭാഗത്ത് ഇത്തിരി പേസ്റ്റ് വെച്ചിട്ട് വേണം കയറ്റാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ സ്വിച്ച് അത് മോയി തന്നെ ഉണ്ട്, 543 രൂപ റേറ്റ് അതിന് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റിവിടാം. അപ്പോൾ ഇതിൽ റേഡിയേറ്ററിൻ്റെയും അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റ് വാൾവ്, ടെമ്പറേച്ചർ സ്വിച്ച്, അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം. പിന്നെ അടുത്ത എഞ്ചിൻ ബെഡാണ് മാറാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.